പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ കെ.വി. ഞാൻ ഗോകുല കൃഷ്ണൻ. ഇന്ന് ചിത്രകാരി ടി.കെ. പത്മിനിയുടെ ജന്മദിനം. ചിത്രകാരി ടി.കെ. പത്മിനി 1940 മെയ് 2 പൊന്നാനി താലൂക്കിലെ കാടഞ്ചേരിയിൽ ജനിച്ചു. പൊന്നാനി AV ഹൈസ്കൂൾ, മദ്രാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അവരുടെ പഠനം. മലപ്പുറം ജില്ലയിലെ കാടഞ്ചേരി എന്ന ഗ്രാമത്തിൽ ജനിച്ച പത്മിനി നാട്ടിൻപുറത്തെ സ്ത്രീകളുടെ ജീവിതം നേരിൽ കണ്ടാണ് വളർന്നത്. ഈ ഗ്രാമീണ ജീവിത പശ്ചാത്തലങ്ങളും ബിംബങ്ങളും അവരുടെ ചിത്രങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ പഠനകാലത്ത് ചിത്രകലാ അധ്യാപകനായിരുന്ന ദേവസ്യ മാസ്റ്റർ ആയിരുന്നു പത്മിനിയുടെ ആദ്യത്തെ ഗുരു. അതിനുശേഷം ചിത്രകലയിൽ തുടർ പഠനം ആഗ്രഹിച്ച പത്മിനിയെ 1961 അമ്മാവൻ ദിവാകരൻ മേനോൻ മദ്രാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കോളേജിൽ അയച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു ഇതിന് സഹായങ്ങൾ നൽകിയത്. KCS പണിക്കർ ആയിരുന്നു അന്ന് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ 6 വർഷത്തെ കോഴ്സ് 2 പ്രമോഷനുകൾ സഹിതം അവർ 1965 1-ാം റാങ്കോടെ പൂർത്തിയാക്കി. പിന്നീട് ചെന്നൈയിലെ വിദ്യോദയ ഗേൾസ് ഹൈസ്കൂൾ, ആദർശ വിദ്യാലയ മെട്രിക്കുലേഷൻ സ്കൂൾ, ചിൽഡ്രൻസ് ഗാർഡൻ സ്കൂൾ എന്നിവിടങ്ങളിൽ ചിത്രകലാ അധ്യാപികയായി ജോലി ചെയ്തു. അവർ എണ്ണച്ചായ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ രചിച്ചു. കേരളത്തിലെ അമൃത ഷെർഗിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടി.കെ. പത്മിനിയുടെ ചിത്രങ്ങൾ റൊമാന്റിക്, അബ്സ്ട്രാക്ട്, എക്സ്പ്രഷനിസ്റ്റിക് ഗണങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് പയ്യന്നൂർ കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ശ്രീമതി ശ്രീലത ടീച്ചറാണ്. നമസ്കാരം. ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതം എങ്ങനെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് സ്ത്രീയായി ജനിച്ചതിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണത്തിന് തൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തി കലാലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരി ടി.കെ. പത്മിനിയുടെ ജന്മദിനത്തിൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഏറെ ധന്യയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കാടഞ്ചേരിയിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിട്ടായിരുന്നു പത്മിനിയുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം വീടിനടുത്തുള്ള BEM UP സ്കൂളിലും പൊന്നാനി AV ഹൈസ്കൂളിൽ SSLC പഠനവും പൂർത്തിയാക്കിയ അവർ ചെറുപ്രായത്തിൽ തന്നെ ചിത്രം വരയിൽ അസാധാരണമായ കഴിവ് കാണിച്ചിരുന്നു. ഒരു സാധാരണ നായർ തറവാട്ടിൽ ജനിച്ച അവർക്ക് കലയിലോ സാഹിത്യത്തിലോ അവകാശപ്പെടാൻ പാരമ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 10ാം തരത്തിന് ശേഷം മദ്രാസ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ ചേർന്ന് പഠിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കൗമാരക്കാരിയായ പെൺകുട്ടി അപരിചിതമായ ദേശത്ത്
ഭാവി ഉറപ്പില്ലാത്ത കോഴ്സിന് പഠിക്കണം എന്നുള്ള ആഗ്രഹം പറയുമ്പോൾ കുടുംബക്കാർ ഞെട്ടി. ജാതി മത ഫ്യൂഡൽ വ്യവസ്ഥിതി പ്രബലമായിരുന്ന കാലം. പുരോഗമന വിപ്ലവങ്ങളുടെ കാറ്റ് വീശി തുടങ്ങിയിട്ടേ ഉള്ളൂ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഏറെ വിലക്ക് കൽപ്പിച്ചിരുന്ന കാലം. പ്രൈമറി പഠനത്തോടൊപ്പം വിദ്യാഭ്യാസം തന്നെ അവസാനിപ്പിക്കുമ്പോഴാണ് പത്മിനി ചിത്രകല, അതും മദ്രാസിൽ പോയി പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. കുടുംബക്കാർ ഒന്നടങ്കം എതിർത്തു. എന്നാൽ പത്മിനി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. അമ്മാവൻ ദിവാകര മേനോൻ്റെ സഹായം തേടി. കവി ഇടശ്ശേരിയിൽ നിന്ന് മദ്രാസിലുള്ള എം ഗോവിന്ദന് ഒരു കത്തുമായി പത്മിനി അമ്മാവനോടൊപ്പം മദ്രാസിലേക്ക് തിരിച്ചു. ചിത്രകലാ പഠനത്തിനായി ഈ ഒരു സാഹസിക തീരുമാനമെടുക്കുന്നതിൽ പത്മിനിയെ ഏറെ സ്വാധീനിച്ചത് അവരുടെ ഗുരുനാഥനായ രേഖാചിത്രകാരൻ നമ്പൂതിരിയാണ്. മദ്രാസിലെത്തിയ അവർക്ക് യോഗ്യതാ പരീക്ഷയിലെ മികച്ച പ്രകടനം കൊണ്ടുതന്നെ 6 വർഷത്തെ കോഴ്സ് ഡബിൾ പ്രമോഷൻ കിട്ടി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പിന് അർഹയാവുകയും അഭിമുഖത്തിന് ഡൽഹിയിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ത്രീയായി ജനിച്ചുപോയതിൻ്റെ ദുഃഖം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു എന്ന് അവർ അമ്മാവന് കത്തെഴുതി. എന്നാൽ ആ വിഷമം വേണ്ട എന്നും ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഡൽഹിയിലേക്ക് പോകാനുള്ള അവസരം അമ്മാവൻ ഒരുക്കിക്കൊടുത്തു. കരുത്തിൻ്റെ വരകളും വർണ്ണങ്ങളും കൊണ്ട് ചിത്രമെഴുതിയ അതുല്യ ചിത്രകാരി, എതിർപ്പുകളെ അതിജീവിച്ച് പാരമ്പര്യവാദികളെ അവഗണിച്ച് ഇന്ത്യൻ ചിത്രകലാരംഗത്ത് എക്കാലത്തെയും അതുല്യ കലാകാരിയായി വളരുകയായിരുന്നു. വ്യത്യസ്ത മാധ്യമങ്ങളിൽ ആവിഷ്കാരം നടത്തിയ അവർ ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനകളും സന്തോഷവും എല്ലാം തൻ്റെ രചനകളിൽ ആവിഷ്കരിച്ചു. മഴവില്ലുപോലെ അല്പായുസ്സായ ജീവിതത്തിൽ പ്രതിഭയുടെ പ്രകാശം വർഷിച്ച് പൊടുന്നനെ മറഞ്ഞ ചിത്രകാരി കാലത്തിൻ്റെ ഏടിൽ കയ്യൊപ്പ് വെച്ച് കടന്നുപോയി. അവർ അനശ്വരമാക്കിയ ചിത്രങ്ങൾക്ക് തങ്കത്തിളക്കം. ക്ഷേത്രങ്ങളും കൽവിളക്കും സർപ്പങ്ങളും സർപ്പക്കാവുകളും കൽത്തറകളും ഒക്കെ നിറഞ്ഞു നിന്ന പത്മിനിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ പിന്നീട് പുരുഷന്മാർ പോലും പ്രകടിപ്പിക്കാൻ മടിക്കുന്ന ധീരതയോടെ സ്ത്രീ രൂപങ്ങൾ വരക്കാൻ തുടങ്ങി. പത്മിനിയുടെ അവസാനകാല ചിത്രങ്ങളിൽ മരണത്തിൻ്റെ നിറവും ഗന്ധവും നിറഞ്ഞു നിന്നു. പച്ചയും കറുപ്പും നിറത്തിൽ എഴുതിയ ശ്മശാനം, മുല്ലപ്പൂവുമായി ഏകാന്തതയിലിരിക്കുന്ന പെൺകുട്ടി, പ്രേതരൂപങ്ങൾ ആലേഖനം ചെയ്ത യക്ഷി തുടങ്ങി അനവധി ചിത്രങ്ങൾ അവർ വരച്ചു തീർത്തു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അവരുടെ അവസാനത്തെ ചിത്രം, പട്ടം പറത്തുന്ന പെൺകുട്ടി. പുതിയ പിറവിയുടെ നാന്ദി കുറിക്കുന്ന മനോഹര ദൃശ്യമായി മാറിയത്. ചിത്രകാരിയായിരിക്കെ തന്നെ ലളിത ജീവിതം നയിച്ച അവർ വിനയവും സൗമ്യതയും സ്വഭാവത്തിൽ കാത്തു സൂക്ഷിച്ചു. എന്നാൽ ക്യാൻവാസിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു വിപ്ലവകാരിയായിരുന്നു. ഏറെക്കാലം ജീവിച്ച് മരിക്കുന്നതിലല്ല, മറിച്ച് ചെറിയ ജീവിതകാലത്തിലും തങ്ങളുടെ സാന്നിധ്യം എക്കാലത്തെയും നിലനിർത്തിപ്പോന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയമെന്ന് കാണിച്ചു തന്ന അതുല്യ ചിത്രകാരിയായിരുന്നു ടി.കെ. പത്മിനി. ടി.കെ. പത്മിനിയുടെ ജീവിതത്തിലൂടെയുള്ള ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. 1969 മെയ് 11 29-ാം വയസ്സിൽ പ്രസവ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പത്മിനിയും കുഞ്ഞും അന്തരിച്ചു. പത്മിനിയുടെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളെല്ലാം ഉണ്ടായത് മെയ് മാസത്തിലാണ്. ജനനവും വിവാഹവും ഒടുവിൽ 29 വർഷത്തിനു ശേഷം ജീവിതത്തിന്റെ ക്യാൻവാസിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുപോയ മരണവുമെല്ലാം മെയ് മാസത്തിലായിരുന്നു. വെറും 3 പതിറ്റാണ്ടു മാത്രമായിരുന്നു പത്മിനിയുടെ ജീവിതം. അതിനിടെ 300-ലേറെ ചിത്രങ്ങൾ വരച്ചു പത്മിനി. ആ ചെറിയ കാലവും ആ വരകളും മാത്രം മതിയായിരുന്നു അത്രയേറെ പ്രിയമോടെ ടി.കെ. പത്മിനിയെ കേരളത്തിന് മറക്കാതിരിക്കാൻ.
ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.